ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലെ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന പോർഷനായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ ക്ലാസ് കൊണ്ട് തീർന്നു. ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക് ഇലക്ട്രോ കെമിസ്ട്രിയിലെ അടുത്ത ടോപ്പിക്കിലേക്ക് കയറിയാണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്. അപ്പൊ ഈ ഒരു പോർഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ടേംസ്, അതിന്റെ ബേസിസ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് പരിചയപ്പെടണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്നത് R എന്ന ലെറ്റർ ആണ്. നേരത്തെ കേട്ടിട്ട് പഠിച്ചിട്ടുള്ള വാക്കാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് റെസിസ്റ്റൻസ്? ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പം അവിടെ അതിനുണ്ടാകുന്ന തടസ്സം അല്ലേ, ഇറ്റ് ഈസ് എ മെഷർമെന്റ് ഓഫ് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഒഴുകുന്നതിൽ നേരിടുന്ന തടസ്സം, അതിന്റെ അളവാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് അല്ലെ മെഷർമെന്റ് ഓഫ് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. R എന്ന ലെറ്ററിലാണ് റെസിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ യൂണിറ്റ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ഓം അല്ലേ? ഓം ആണ് അതിന്റെ യൂണിറ്റ്. ഇനി ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R is directly proportional to its length and inversely proportional to its area of cross section. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ആ റെസിസ്റ്റൻസിന്റെ അളവെന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ ലെങ്തിന് നേരനുപാതത്തിലായിരിക്കും. എന്ന് വെച്ചാല് ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് R പ്രൊപ്പോർഷണൽ ടു L/A. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒന്ന് മാറ്റാം. R ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കൊടുക്കും. നമ്മൾ ഇവിടെ കൊടുക്കുന്ന റോ L/A. ഇത് വയ്ക്കുന്ന റോ എന്നാണ്. ഇനി ഈ റോ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ്. റോ ഈസ് സ്പെസിഫിക് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. നമ്മൾ തുടർന്ന് പറയുമ്പോൾ ഈ രണ്ട് വാക്കുകൾ ഒരുപോലെ ഉപയോഗിച്ച് പോകും. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടും ഒന്ന് തന്നെയാണ്. ഏതൊക്കെയാ? സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. ഇനി നമുക്ക് നോക്കാം. ഈ ഇക്വേഷനിലൂടെ നോക്കട്ടെ. വെൻ L ഈക്വൽ ടു 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ, A ഈക്വൽ ടു 1 സ്ക്വയർ മീറ്റർ. അതായത് L ഈക്വൽ ടു 1, A ഈക്വൽ ടു, രണ്ടും യൂണിറ്റി ആകുന്ന സമയത്ത് ഈ ഇക്വേഷൻ എങ്ങനെ മാറും? R ഈക്വൽ ടു എങ്ങനെ വരും? റോ എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് തന്നെയാണ്. എപ്പോഴുണ്ടാകുന്ന റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എല്ലിന്റെയും എയിന്റെയും വാല്യൂ 1 ആകുമ്പോൾ, ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും യൂണിറ്റി ആകുമ്പോൾ ആ കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി. അതായത് റെസിസ്റ്റിവിറ്റി ഈസ് ദ, ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി നമുക്ക് ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഒന്ന് ഡെറൈവ് ചെയ്യാം. നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടി എഴുതാം. R ഈക്വൽ ടു റോ L/A. ഇങ്ങനെയല്ല നമ്മുടെ ഇക്വേഷൻ. അവിടെ നിന്ന് റോയുടെ വാല്യൂ എങ്ങനെ കിട്ടും? റോ ഈക്വൽ ടു R, ഈ A ഇവിടെ വരത്തില്ലേ? അപ്പൊ എന്തായി? R ഇൻറ്റു A. L ഇവിടെ വരത്തില്ലേ ഡിനോമിനേറ്ററിൽ? അപ്പൊ ഇൻറ്റു L. ഇനി നോക്കിയാട്ടെ, റോ ആറിന്റെ യൂണിറ്റ് ഏതാണ്? ഓം. എയുടെ യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അപ്പൊ മീറ്റർ സ്ക്വയർ. ഇനി എല്ലിന്റെ ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. മീറ്ററും ഇവിടെ നിന്ന് മീറ്റർ സ്ക്വയർ, ഇവിടെ നിന്ന് ഒരു മീറ്റർ കൂടെ കട്ട് ചെയ്തു അല്ലേ? ബാക്കി എന്ത് വരും? ഓം മീറ്റർ. അപ്പൊ റോയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ.
സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാട്ടെ. R = ρ × L/A. ഈ L/A എന്ന് പറയുന്നത് L/A ഇതിനെ നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. L/A is called സെൽ കോൺസ്റ്റന്റ്. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ രണ്ട് ഇക്വേഷൻ ഉള്ളത് ഓർത്തിരിക്കുക. R = ρ L/A. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തല്ലേ ഇത്. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ R = ρ L/A. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷൻ ഏതായിരുന്നു? R = ρ L/A. ഇതല്ലാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഇതിന്റെ റെസിസ്റ്റൻസ് എടുക്കുന്നു, റെസിപ്രോക്കൽ എടുക്കുന്നു. അതായത് ആറിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നത് എങ്ങനെ വരും? 1/R = അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ വേണ്ടേ? റോയുടെ വരുമ്പോ 1/ρ ഇൻറ്റു ഇതിന്റെ വരുമ്പോ തിരിച്ചു വരത്തില്ലേ? ഇതിന്റെ റെസിപ്രോക്കൽ വരുമ്പോ A/L എന്ന് വരും. ഇനി 1/R എന്ന് പറയുന്നത് നമ്മൾ G എന്ന ലെറ്റർ കൊടുക്കുന്നു. 1/R G = 1/ρയ്ക്ക് നമ്മൾ ഇതാണ് ഇങ്ങനെ ഒരു ലെറ്റർ ആണ് കൊടുക്കുന്നത്. ഈ കെയുടെ വാലൊക്കെ ഇച്ചിരി നീട്ടി എഴുതും. ഇൻറ്റു A/L. ഇനി ഈ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ R റെസിസ്റ്റൻസ് ആണല്ലോ, അതിന്റെ റെസിപ്രോക്കൽ അതിനാണ് G നമ്മൾ ലെറ്റർ കൊടുത്തത്. ഇതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസ്. അപ്പൊ കണ്ടക്റ്റൻസ് എന്താണ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്റ്റൻസ്. അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ റോ എന്തായിരുന്നു? സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. അപ്പൊ അതിന്റെ റെസിപ്രോക്കലിനെ എന്ത് പറയാം? ഇതിനെ വിളിക്കുന്ന പേര്, കെയെ വിളിക്കുന്ന പേര് കാപ്പ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാപ്പ. കെ കുറച്ച് പാലൊക്കെ നീണ്ടതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. കാപ്പ എന്നാണ് വിളിക്കുന്നത്. കാപ്പ എന്ന് പറഞ്ഞ ലെറ്റർ ആണത്. അപ്പൊ ഈ കെ എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് നോക്കിയേ, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ കണ്ടക്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കണ്ടക്ടിവിറ്റി എന്ന് പറയും. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടെ എടുക്കാം. G = കാപ്പ ഇൻറ്റു A/L. ഇത് നമ്മളിവിടെ എളുപ്പത്തിൽ കെ എന്നങ്ങ് വായിക്കും. കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കണ്ടക്റ്റൻസ് ആണെന്ന് ഓർത്തേക്കണം. അപ്പൊ G = K × A/L. ഇനി when A = 1 square meter and L = 1 meter, G becomes equal to K. യഥാർത്ഥത്തിൽ K അല്ല ഇത്. K നമ്മളങ്ങ് വായിക്കുവാണ് എളുപ്പത്തിൽ. അപ്പൊ G = K. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടക്റ്റൻസ്, സ്പെസിഫിക് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയെ ഡിഫൈൻ ചെയ്യാം. എന്തായിരുന്നു? K എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. കൂടുതൽ ഈ ചാപ്റ്ററിൽ കണ്ടക്ടിവിറ്റി എന്നുള്ള പേരിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ കണ്ടക്ടിവിറ്റി എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടക്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് അല്ലെങ്കിൽ കണ്ടക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നേരത്തെ നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി പറഞ്ഞതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്താണ്? ഒരു കണ്ടക്ടറിന്റെ കണ്ടക്റ്റൻസ് ആണത്. എപ്പോഴുള്ള കണ്ടക്റ്റൻസ്? അതിന്റെ ലെങ്ത് 1 ആകുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 ആകുമ്പോൾ, ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും യൂണിറ്റി ആകുമ്പോൾ ഒരു കണ്ടക്ടറിന്റെ കണ്ടക്റ്റൻസ് ആണ് സ്പെസിഫിക് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതിന്റെ എല്ലാം യൂണിറ്റുകൾ പരിചയപ്പെടാം. ആദ്യത്തെ നോക്കിയാട്ടെ, ഇവിടെ ഇതേതാണ്? കണ്ടക്റ്റൻസ്. അതിന്റെ യൂണിറ്റ് നോക്കാം. കണ്ടക്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? G = 1/R അല്ലേ? ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ G എന്ന് പറയുന്നത്. അപ്പൊ G = 1/R. അങ്ങനെയാണെങ്കിൽ ജിയുടെ യൂണിറ്റ് ഏത് വരും? ആറിന്റെ യൂണിറ്റ് ഏതാണ്? ഓം. അപ്പൊ എങ്ങനെ വരും? 1/Ohm എന്ന് വരത്തില്ലേ? അതിനെ നമ്മൾ എന്താ മോ എന്നാണ് പറഞ്ഞത്. മോ. അത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ മോ അല്ലെങ്കിൽ സീമെൻസ്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എസ് എന്നാണ്. എസ്. അപ്പൊ ജിയുടെ യൂണിറ്റ് എസ്, സീമെൻ ആണ്. സീമെൻ. ആറിന്റെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്.
കണ്ടക്ടൻസ് ജിയുടെ യൂണിറ്റ് സീമൻ എസ് ആണ്. എസ്. മറ്റേ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടല്ലോ സ്പെസിഫിക് കണ്ടക്ടൻസ് റോ, അതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ഓം മീറ്റർ ആയിരുന്നു അല്ലേ? ഓം മീറ്റർ ആയിരുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് നോക്കാം. ഇവിടെ നോക്കിയാട്ടെ, ജി ഈക്വൽ ടു കെ ഇൻറ്റു എൽ ബൈ എ എന്നല്ലേ, എ ബൈ എൽ എന്നല്ലേ വന്നേക്കുന്നത്? കെ ഇൻറ്റു എ ബൈ എൽ. അങ്ങനെയാണെങ്കിൽ കെ ഈക്വൽ ടു ജി ഇൻറ്റു എ ഡിവൈഡ് ബൈ എന്ന് വരത്തില്ലേ? എൽ ഇങ്ങനെ മുകളിൽ വരും, എ ഇവിടെ താഴെ വരത്തില്ലേ? വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? ജിയുടെ യൂണിറ്റ് ഏത് നമ്മളിവിടെ എഴുതിയേക്കുന്നത്? യെസ്, സീമൻ. അതായത് ഓം ഇൻവേഴ്സ് ആണ് സീമൻ. ഓം ഇൻവേഴ്സ്. എസ് എന്ന് പറയുന്നത് ഓം ഇൻവേഴ്സ് ആണ്. ഓം ഇൻവേഴ്സ്. അപ്പൊ ജിയുടെ കണ്ടക്ടൻസിന്റെ ഇവിടെ എല്ലാം വേടോട് തെറ്റിപ്പോലെ ഇത് കണ്ടക്ടൻസ് ആണ്. ജി എന്ന് പറഞ്ഞ കണ്ടക്ടൻസ്, ഇത് കെ എന്ന് പറഞ്ഞ കണ്ടക്ടിവിറ്റി. അപ്പൊ ഇതിന്റെ യൂണിറ്റ് സീമൻ. ലെങ്തിന്റെ യൂണിറ്റ് ഏതാ? മീറ്റർ. ഡിവൈഡ് ബൈ ഏരിയയുടെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ സ്ക്വയർ. മീറ്റർ കട്ട് ചെയ്തു, ബാക്കി എന്ത് വരും? യെസ്, മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ യെസ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. എസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓം ഇൻവേഴ്സ്. അപ്പോൾ ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. നമ്മൾ ചാപ്റ്ററിൽ പ്രോബ്ലത്തിനകത്തിലല്ല യെസ് സെന്റിമീറ്റർ ഇൻവേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ യെസ് മീറ്റർ ഇൻവേഴ്സ് വെച്ചാണ് പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്. ഇത് വേണ്ട, ഈ ഓം ഇൻവേഴ്സ് വേണ്ട. ഇപ്പൊ കണ്ടില്ലേ യൂണിറ്റുകളെല്ലാം ഓർത്തിരിക്കണം. റെസിസ്റ്റൻസ് ആറിന്റെ യൂണിറ്റ് ഓം, റെസിസ്റ്റിവിറ്റി റോയുടെ യൂണിറ്റ് ഓം മീറ്റർ, കണ്ടക്ടൻസ് ജിയുടെ യൂണിറ്റ് സീമൻ, കണ്ടക്ടിവിറ്റി ഏതായിരുന്നു? കാപ്പ. അതിന്റെ യൂണിറ്റ് എസ് മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ എസ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് രണ്ടു തരം ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ് രണ്ടു തരം കണ്ടക്ടൻസ്? എങ്ങനത്തെയൊക്കെ സബ്സ്റ്റൻസ് ആണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അതിന് ആ സബ്സ്റ്റൻസിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിലോ ഫ്രീ അയോൺസ് ഉണ്ടായിരിക്കണം. അയോണുകളോ ഇലക്ട്രോണുകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തുള്ളൂ. ഇപ്പൊ നോക്കിയാട്ടെ, ഈ മെറ്റൽസിലൂടെയുള്ള കണ്ടക്ടൻസ്, മെറ്റൽസ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മെറ്റൽസ് എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? അതിനകത്തിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ട്. Due to the presence of free electrons, metals can conduct electricity. അപ്പോൾ ഇലക്ട്രോണുകൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത്തരം കണ്ടക്ടൻസിനെ നമുക്ക് ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് പറയാം. ഇലക്ട്രോണിക് കണ്ടക്ടൻസ്, ഇലക്ട്രോണിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ ഇത് ഏതിലൂടെയുള്ള കണ്ടക്ടൻസ് നമ്മൾ പറഞ്ഞത്? ഇലക്ട്രോണുകൾ ഈ ചാർജ് കാരിയേഴ്സ് ആയിരിക്കുന്ന ഏതിലാണ്? മെറ്റൽസിനാണല്ലേ. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെയും വിളിക്കാം. എങ്ങനെ? ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടൻസ് എന്ന് പറയാം. ഇലക്ട്രോണിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടൻസ്. എന്താണ് ഇലക്ട്രോണിക് കണ്ടക്ടൻസ്? ഇൻ മെറ്റൽസ് ഇലക്ട്രിസിറ്റി ഈസ് കണ്ടക്ടഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ്. സോ ദ കണ്ടക്ടൻസ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് കണ്ടക്ടൻസ്. ഇനി ഒരു മെറ്റലിലൂടെയുള്ള ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടൻസ്, ഇലക്ട്രിസിറ്റിയുടെ പാസേജ്, അത് ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. അതിനകത്തിൽ ഒന്നാമത്തേത്, ആദ്യം നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ മെറ്റൽ. നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി മെറ്റൽ ആദ്യത്തെയാണ്. രണ്ടാമത്തെ, നമ്പർ ഓഫ് valence electrons per atom. മൂന്നാമത്തെ, ടെമ്പറേച്ചർ. പ്രധാനമായിട്ട് ഈ മൂന്ന് ഫാക്ടേഴ്സിനാണ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇപ്പൊ ആദ്യം നോക്കിയോട്ടെ, നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ മെറ്റൽ. ഒരു മെറ്റലിന്റെ നേച്ചർ അതെങ്ങനെ കണ്ടക്ടിവിറ്റിയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടും? ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽസ് ഏതൊക്കെയാണ് നമ്മൾ കാണുന്നില്ലേ? ഏതൊക്കെയാ? അലുമിനിയം, കോപ്പർ, അങ്ങനെയൊക്കെയുള്ള മെറ്റൽസ് അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റൽസും ഉണ്ട്, കുറഞ്ഞ മെറ്റൽസും ഉണ്ട്. അതാണ് നേച്ചർ ഓഫ് ദ മെറ്റൽ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഗോൾഡ്, സിൽവർ, അലുമിനിയം, കോപ്പർ ഇതിനൊക്കെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്.
നേച്ചർ ഓഫ് ദ മെറ്റൽ. ഇനി അടുത്തതോ സ്ട്രക്ചർ ഓഫ് ദ മെറ്റൽ. അത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ ലെങ്ത് കൂടുമ്പോഴും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും, ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും അല്ലെ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോഴോ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുമല്ലോ കണ്ടക്ടൻസ്. എന്താണ്? ലെങ്ത് കൂടുന്തോറും കണ്ടക്ടൻസ് കുറയുന്നു. പിന്നെ എങ്ങനെയായിരിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്തോറും കണ്ടക്ടൻസ് കൂടുതലുമായിരിക്കും. അതാണ് സ്ട്രക്ചർ ഓഫ് ദ മെറ്റൽ. രണ്ടാമത്തെ പോയി നോക്കാം, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം. നമ്മൾ പറഞ്ഞു മെറ്റൽസിലൂടെ കണ്ടക്ടൻസ് നടക്കുന്ന എന്തുകൊണ്ടാണ്? അതിനകത്തിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തായിരുന്നു, മെറ്റാലിക് സോളിഡ്സ് പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് പറഞ്ഞ എന്തായിരുന്നു? കെർണൽസ് എന്നൊരു വാക്ക് പ്രയോഗിച്ചില്ലേ? എന്തായിരുന്നു കെർണൽ? പോസിറ്റീവ് മെറ്റൽ അയോൺസ് ആർ സിറ്റുവേറ്റഡ് ഇൻ എ സീ ഓഫ് മൊബൈൽ ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. ചുറ്റും ഫ്രീ ഇലക്ട്രോണുകളാണ് മെറ്റൽ അയോണുകളുടെ. ഈ ഫ്രീ ഇലക്ട്രോൺ ആണ് ഇവിടുത്തെ കണ്ടക്ടൻസിന് കാരണം. അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലുള്ള മെറ്റലിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? കണ്ടക്ടൻസും വളരെ കൂടുതലായിരിക്കും. മൂന്നാമത്തെ ഫാക്ടർ ഏതാണ്? ടെമ്പറേച്ചർ. ഇലക്ട്രോണിക് കണ്ടക്ടൻസിനകത്തില് ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടൻസിന് എന്ത് സംഭവിക്കും? ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് കുറയും. എന്തുകൊണ്ടാ? ടെമ്പറേച്ചർ കൂടുന്നതോറും റെസിസ്റ്റൻസ് കൂടുന്നു. As temperature increases, resistance also increases. So conductance decreases. ഇനി രണ്ടാമത്തെ കണ്ടക്ടൻസ് ആണ് ഒരു സൊല്യൂഷനിലൂടെയുള്ള. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഫ്ലോ അനുവദിക്കുന്ന സൊല്യൂഷൻസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയും അല്ലേ. ഒരു ഇലക്ട്രോലൈറ്റിന് എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ കഴിയുന്നു? Due to the presence of free electrons in them. ആ ഇലക്ട്രോലൈറ്റിനകത്ത് ഫ്രീ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉള്ള ഫ്രീ അയോൺസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ അയോണുകൾ അവിടെ ചാർജ് കാരിയേഴ്സ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അയോണുകളുടെ പ്രസൻസ് കൊണ്ട് കണ്ടക്ടൻസ് നടക്കുന്നത് കൊണ്ട് അത്തരം കണ്ടക്ടൻസ് നമുക്ക് അയോണിക് കണ്ടക്ടൻസ് എന്ന് പറയാം. എന്താണത്? അയോണിക് കണ്ടക്ടൻസ്. ഇനി ഇത് എതിലൂടെയാണ് ഈ അയോണിക് കണ്ടക്ടൻസ് നടക്കുന്നത്? എത്ര സബ്സ്റ്റൻസിലൂടെയാണ്? ഇലക്ട്രോലൈറ്റിലൂടെ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? അയോണിക് ഓർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്. അയോണിക് ഓർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്. എന്താണ് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാല്, ഇലക്ട്രോലൈറ്റ്സ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഫ്രീ അയോൺസ്. സോ അത്തരം കണ്ടക്ടൻസിനെ വിളിക്കുന്ന പേരാണ് അയോണിക് ഓർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്. ഇനി ഇവിടെ ഇത്തരം ഇലക്ട്രിസിറ്റി പാസേജ്, ഇലക്ട്രിസിറ്റി ഫ്ലോയിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനകത്തിൽ ആദ്യത്തേത് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. രണ്ടാമത്തേത് സൈസ് ഓഫ് അയോൺ and its solvation. അടുത്തത് നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് ഇറ്റ്സ് വിസ്കോസിറ്റി. അടുത്തത് കോൺസെൻട്രേഷൻ. അടുത്തത് ടെമ്പറേച്ചർ. അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇത്രയും. ഇനി നമുക്ക് ഓരോന്ന് നോക്കിയാലോ. ആദ്യത്തെയാണ് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. എന്താണ് ഇലക്ട്രോലൈറ്റ്? ഇത് സബ്സ്റ്റൻസ് വീക്ഷിക്കാൻ അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ അനുവദിക്കുന്ന സബ്സ്റ്റൻസുകൾ നമുക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. ഇനി എങ്ങനെയാണ് ഇലക്ട്രോലൈറ്റിന്റെ നേച്ചർ ഇതിനെ അഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ അത് പഠിച്ചിട്ടുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. എന്തായിരുന്നു സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്? The electrolytes which can completely ionize in solution are called strong. പാർഷ്യൽ അയണൈസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ഇനി നോക്കിയാട്ടെ, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് അയണൈസേഷൻ നടക്കും. അപ്പൊ അയോണുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? അവിടെ കൂടുതലായിരിക്കും.
അങ്ങനെയാണെങ്കിൽ അതിന്റെ കണ്ടക്ടിവിറ്റിയോ വളരെ കൂടുതലായിരിക്കും. അയോണുകളുടെ എണ്ണം കൂടുന്തോറും കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടൻസ് വളരെ കൂടുതലായിരിക്കും. ഏതിനെ അപേക്ഷിച്ച് വീക്ക് ഇലക്ട്രോലൈറ്റിന്. കാരണം അവിടെ പാർഷ്യൽ അയണൈസേഷൻ നടക്കത്തുള്ളൂ, അയോൺസിന്റെ എണ്ണം കുറവായിരിക്കും. അപ്പൊ കിട്ടിയല്ലോ. രണ്ടാമത്തെ പോയിന്റ് ഏതാ? സൈസ് ഓഫ് അയോൺ ആൻഡ് ഇറ്റ്സ് സോൾവേഷൻ. അയോണിന്റെ സൈസ് ചെറുതാകും തോറും അതിന് മൊബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഫ്ലോ ചെയ്യാൻ ഉള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പൊ പെട്ടെന്ന് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ കണ്ടക്ടൻസ് കാണിക്കാനും കഴിയും. അടുത്ത നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് ഇറ്റ്സ് വിസ്കോസിറ്റി. ഈ ഇലക്ട്രോലൈറ്റ് ഏത് സോൾവെന്റിലാണോ ലയിപ്പിച്ചിരിക്കുന്നത്, സോൾവെന്റിന്റെ വിസ്കോസിറ്റി കൂടുമ്പോൾ അയോണുകളുടെ മൊബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ അവിടെ കണ്ടക്ടൻസും കുറയും. അപ്പൊ വിസ്കോസിറ്റി കുറഞ്ഞ സോൾവെന്റ്സ് ആയിരിക്കും നല്ലത്. അടുത്തത് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കുറയും തോറും, അതായത് ഡൈലൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്, അയണൈസേഷൻ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് നടക്കും. ഡൈലൂഷൻ കൂടുന്തോറും അയണൈസേഷന്റെ നിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അയോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും, കണ്ടക്ടൻസും കൂടുതലായിരിക്കും. ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറച്ച് കൊണ്ടുവരല്ലേ. അങ്ങനെ കോൺസെൻട്രേഷൻ കുറയും തോറും അല്ലെങ്കിൽ ഡൈലൂഷൻ കൂടുന്തോറും അയോണുകളുടെ എണ്ണം കുറവായിരിക്കും, അയോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അയണൈസേഷൻ പെട്ടെന്ന് നടക്കും, അയോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോഴോ കണ്ടക്ടൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി ടെമ്പറേച്ചർ. നമ്മൾ മെറ്റാലിക് കണ്ടക്ടൻസിന് ആദ്യം പറഞ്ഞു ടെമ്പറേച്ചർ കൂടുന്നതോറും കണ്ടക്ടൻസ് കുറയുന്നു. എന്തുകൊണ്ട്? റെസിസ്റ്റൻസ് കൂടുന്നു. ഇവിടെ നമ്മൾ പറയും ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് അയോണിക് ഓർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് ഇൻക്രീസസ്. എന്തുകൊണ്ടാ? ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസസ് ആൻഡ് കണ്ടക്ടൻസ് ഇൻക്രീസസ്. എന്താ പറഞ്ഞത്? അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിനകത്തില് ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ കണ്ടക്ടൻസും സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അത്രയും പോയിന്റ്സ് ആണ് ഉള്ളതിനകത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് കണ്ടക്ടൻസ്. എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ്? G ഈക്വൽ ടു കാപ്പ K ഇൻറ്റു A/M അല്ലേ? അതായത് ഈ സ്പെസിഫിക് കണ്ടക്ടൻസ് വേറെ പേരെന്തായിരുന്നു? കണ്ടക്ടിവിറ്റി. ഇത് ആ പേരുകൾ അങ്ങ് പഠിച്ചു വെക്കണേ. ഇതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കണ്ടക്ടൻസ്. അതിനെ തന്നെയാണ് എന്ത് നമ്മൾ പറയുന്നത്? കണ്ടക്ടിവിറ്റി എന്നും പറയുന്നത്. സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെ കണ്ടക്ടിവിറ്റി. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? എയുടെയും എല്ലിന്റെ വലിയ യൂണിറ്റി ആകുമ്പോഴുള്ള കണ്ടക്ടൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഇറ്റ് ഈസ് എ കണ്ടക്ടൻസ് ഇൻ യൂണിറ്റ് ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്ത്. ഏരിയയും ലെങ്തും യൂണിറ്റി ആകുമ്പോൾ എന്റെ വോളിയം എന്തായിരിക്കും? വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ? അപ്പൊ ഏരിയ 1 ലെങ്ത് 1, അങ്ങനെയാണെങ്കിൽ വോളിയം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് സ്പെസിഫിക് കണ്ടക്ടൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒന്ന് മാറ്റി ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ്? സ്പെസിഫിക് കണ്ടക്ടൻസ് ഈസ് എ കണ്ടക്ടൻസ് ഇൻ യൂണിറ്റ് വോളിയം. അതല്ലേ കുറച്ചും കൂടെ എളുപ്പം. നമുക്ക് അങ്ങനെ ഏറ്റവും ചെറുതായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി ഡെഫിനിഷൻ. എന്താണ്? സ്പെസിഫിക് കണ്ടക്ടൻസ് ഈസ് ദ കണ്ടക്ടൻസ് ഇൻ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലെ കണ്ടക്ടൻസ് ആണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. ഏരിയ ഒന്നാണ്, ലെങ്ത് ഒന്നാണ്, അപ്പൊ വോളിയം ഒന്നാണ്. ആ യൂണിറ്റ് വോളിയത്തിലുള്ള കണ്ടക്ടൻസ് ആണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു കണ്ടക്ടൻസിനോട് പരിചയപ്പെടാം. മോളാർ കണ്ടക്ടൻസ്. മോളാർ കണ്ടക്ടൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എം എന്നാണ്. ഇത് ഇങ്ങനെ എഴുതുന്നത് ലാംഡ എം. മോളാർ കണ്ടക്ടൻസ്. ആ മോളാർ ആ വാക്കിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കാം? ഊഹിച്ച് നോക്കിക്കാണ്ട് മോളാർ കണ്ടക്ടൻസ്. ഇറ്റ് ഈസ് എ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ having 1 mole of the electrolyte. ഇലക്ട്രോലൈറ്റ് അവിടെ 1 mole ആണ് അടങ്ങിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള കണ്ടക്ടൻസിന് അങ്ങനെയുള്ള സൊല്യൂഷന്റെ കണ്ടക്ടൻസ് ആണ് മോളാർ കണ്ടക്ടൻസ്. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ എത്രയും വോളിയം അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. എത്രയും വോളിയം എടുക്കുന്നു? 2 ലിറ്ററോ 3 ലിറ്ററോ എത്രയും എടുക്കുന്നു. അവിടെ എടുക്കുന്ന NaCl-ന്റെ അളവ് 1 mole ആയിരിക്കണം. NaCl 1 mole എന്ന് പറഞ്ഞാൽ എത്രയാ? NaCl
സോഡിയത്തിന്റെ എത്രയാണ് 23, ക്ലോറിന്റെ എത്രയാണ് 35.5. അപ്പൊ NaCl എത്ര വരും 58.5 ഗ്രാം. ഈ 58.5 ഗ്രാം NaCl അടങ്ങിയിരിക്കുന്ന ഒരു സൊല്യൂഷന്റെ കണ്ടക്ടൻസ് ആണ് മോളാർ കണ്ടക്ടൻസ്. അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ വോളിയം പറയുന്ന മെൻഷൻ ചെയ്യുന്നേ ഇല്ല. അപ്പൊ എന്താണ് മോളാർ കണ്ടക്ടൻസ്? നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണ് മോളാർ കണ്ടക്ടൻസ്? ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് 1 mole of the electrolyte. 1 mole ഇലക്ട്രോലൈറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു സൊല്യൂഷന്റെ കണ്ടക്ടൻസ് ആണ് മോളാർ കണ്ടക്ടൻസ്. അതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? ലാംഡ എം. അപ്പൊ നമ്മൾ രണ്ടു തരം കണ്ടക്ടൻസിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സ്പെസിഫിക് കണ്ടക്ടൻസും മോളാർ കണ്ടക്ടൻസും. ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് എന്തായിരുന്നു സ്പെസിഫിക് കണ്ടക്ടൻസ്? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള കണ്ടക്ടൻസ് ആണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. മോളാർ കണ്ടക്ടൻസോ? ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് 1 mole of the electrolyte. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം എന്തായിരിക്കും. എങ്ങനെയാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് ഡിനോട്ട് ചെയ്യുന്നത്? കാപ്പ. മോളാർ കണ്ടക്ടൻസ് ലാംഡ. ഇനി ഇത് ഇക്വേഷൻ നമുക്ക് നോക്കാം. ലാംഡ ഈക്വൽ ടു K/C, കാപ്പ ബൈ സി. ഇവിടുത്തെ യൂണിറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക്? ഈ ഇക്വേഷനത്തില് കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് S മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. S മീറ്റർ ഇൻവേഴ്സ് ആണ്. കോൺസെൻട്രേഷൻ സിയുടെ യൂണിറ്റ് മോൾ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാംഡ എമ്മിന്റെ യൂണിറ്റ് വരുന്നത് എന്തായിരിക്കും? S മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ലാംഡ എമ്മിന്റെ യൂണിറ്റ് S മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ പരിചയപ്പെടാം. ലാംഡ എം ഈക്വൽ ടു 1000 K by C. ഇത് കാപ്പയാണ് ബൈ സി. ഇവിടുത്തെ സ്പെസിഫിക് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് S സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. കാപ്പയുടെ യൂണിറ്റ് S സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. കോൺസെൻട്രേഷൻ സിയുടെ ഇത് സി ആണ്. കോൺസെൻട്രേഷൻ സിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ ലിറ്ററിലായിരിക്കും. അങ്ങനെ വരുമ്പം ലാംഡയുടെ യൂണിറ്റ് നമുക്ക് എന്ത് കിട്ടും? S ഇതുപോലെ നോക്കി. ഇവിടെയാണെങ്കിൽ S മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് വന്നില്ല. അപ്പൊ ഇവിടെ എങ്ങനെ വരും? S സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് കിട്ടും. ഇവിടെ നോക്കിയേ, ഇവിടെ ലാംഡ ഈക്വൽ ടു K/C എന്ന്, ഇവിടെ ലാംഡ ഈക്വൽ ടു 1000 K/C എന്ന് വരുന്നു. അപ്പൊ ഇവിടെ 1000 വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ കോൺസെൻട്രേഷൻ യൂണിറ്റ് ഏതാ കൊടുത്തിരിക്കുന്നത്? മോൾ പെർ മീറ്റർ ക്യൂബ്. ഇവിടെ വന്നപ്പോഴോ മോൾ പെർ ലിറ്റർ ആണ്. അപ്പൊ ഈ മീറ്റർ ക്യൂബിനെ ഇവിടെ നമ്മൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോഴാണ് ഈ 1000 വന്നത്. കാരണം എന്ന് വെച്ചാല് 1000 ലിറ്റർ ചെയ്യുമ്പോഴാണ് 1 മീറ്റർ ക്യൂബ് ആകുന്നത്. 1000 ലിറ്റർ ചെയ്യുമ്പോഴാണ് 1 മീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണ് ഇവിടെ ഈ 1000 വന്നിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ ഇതിൽ രണ്ടിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അതിനനുസരിച്ച് ലാംഡ എമ്മിന്റെ വാല്യൂ ഒന്നുകിൽ S സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിലോ അല്ലെങ്കിൽ S മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിലോ ലാംഡ എമ്മിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ടീച്ചറും വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. The electrical resistance of a column of 0.05 mole per liter NaOH solution of diameter 1 cm and length 50 cm is 5.55 into 10⁻³ ohm. Calculate its resistivity, conductivity and molar conductivity. മൂന്ന് കാര്യങ്ങൾ കാണാം. ഏതൊക്കെയാ? റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി. ഈ മൂന്ന് കാര്യങ്ങൾ കാണണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കോളം ഓഫ് 0.05 മോൾ പെർ ലിറ്റർ NaOH സൊല്യൂഷൻ. അപ്പൊ അതെന്താണ്? 0.05 മോൾ പെർ ലിറ്റർ എന്ന് പറയുമ്പോൾ എന്താ? കോൺസെൻട്രേഷൻ ആണല്ലേ. അപ്പൊ നമുക്ക് ഡേറ്റാസ് ഓരോന്നോരോന്നും എഴുതിയാൽ എന്താ? കോൺസെൻട്രേഷൻ C ഈക്വൽ ടു 0.05 യൂണിറ്റ് ഉൾപ്പെടെ എഴുതണേ, മോൾ പെർ ലിറ്റർ. NaOH സൊല്യൂഷൻ ഓഫ് ഡയമീറ്റർ 1 സെന്റിമീറ്റർ. ഡയമീറ്ററിന്റെ D എന്ന് കൊടുക്കാം, 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയസ് ഇതിന്റെ പകുതി വരത്തില്ലേ, 1/2 ഈക്വൽ ടു 0.5 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ ആൻഡ് ലെങ്ത് 50 സെന്റിമീറ്റർ. L ഈക്വൽ ടു 50 സെന്റിമീറ്റർ.
5.55 into 10⁻³ ഓം. എന്താണ് ഈ ഇത് വന്നേക്കുന്നത്? ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. അതാണ് ഇത് വന്നേക്കുന്നത്. യൂണിറ്റ് കാണുമ്പോൾ അറിയാമല്ലോ, ഓം എന്നാണ് യൂണിറ്റ്. ഓം യൂണിറ്റ് വരുന്ന ഏതിനാണ്? റെസിസ്റ്റൻസിന്. അതിനെ കൊടുക്കുന്ന നമ്മൾ ഏതാ? ആർ. ആർ ഈക്വൽ ടു 5.55 into 10⁻³ ഓം. ഇത്ര ഡേറ്റാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി കാണും. ഇനി അതിൻ്റെ എല്ലാം സിമ്പിളുകൾ അങ്ങ് എഴുതിയാൽ എന്താ? റെസിസ്റ്റിവിറ്റി എന്തായിരുന്നു? റോ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെന്താണ്? കണ്ടക്ടിവിറ്റി ഏതായിരുന്നു? കണ്ടക്ടിവിറ്റി കാപ്പ, അത് കണ്ടുപിടിക്കണം. പിന്നെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ലാംഡയും. ഇത്രയും കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഓരോന്നിലോട്ട് പോകാം. ആദ്യം നോക്കട്ടെ, ഇവിടെ ലെങ്ത് ഉണ്ട് നമുക്ക്. ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ വേണ്ടേ? അതിനെന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ? റേഡിയസ് ആണെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? താഴെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ? πr² ഈക്വൽ ടു പൈയുടെ വാല്യൂ എത്ര? 3.14. ആറിന്റെ വാല്യൂ 0.5 ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.785. യൂണിറ്റ് ഏത് വരും? ഏരിയ ആകുമ്പം സെന്റിമീറ്റർ അല്ലേ? അപ്പൊ എന്ത് വരും? സെന്റിമീറ്റർ സ്ക്വയർ. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഏത് കണ്ടുപിടിക്കാം? ഏരിയ ഉണ്ട്, ലെങ്ത് ഉണ്ട്, ആർ ഉണ്ട്. അത് മൂന്നും കൂടെ വെച്ച് കണ്ടുപിടിക്കാം. റോയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. അതിൽ നിന്ന് റോയുടെ വാല്യൂ എങ്ങനെ എഴുതുന്നത്? റോ ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ. ആറിന്റെ വാല്യൂ എത്രയാ? 5.55 ഇൻറ്റു 10⁻³ ഇൻറ്റു എയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, 0.785 ഡിവൈഡഡ് ബൈ എൽ. എൽ എത്രയായിരുന്നു? 50, which is equal to 87.135. യൂണിറ്റ് ഏതായിരുന്നു? റോയുടെ നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഓം. ഇവിടെ ഏതാ? സെന്റിമീറ്റർ. ഇതെല്ലാം സെന്റിമീറ്ററിലായതുകൊണ്ട് ലെങ്തും ഏരിയയും ഒക്കെ സെന്റിമീറ്റർ ഒക്കെ ആയതുകൊണ്ട് ഓം സെന്റിമീറ്റർ. ഒരെണ്ണം കിട്ടിയ നമുക്ക് ഏതാ? റോ. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത എന്താ? റോ കിട്ടി. അടുത്ത ഏതാണ്? കാപ്പ. ഇതെന്തായിരുന്നു? കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. കണ്ടക്ടിവിറ്റി എന്തായിരുന്നു? കാപ്പ ഈക്വൽ ടു 1/ρ. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. വാല്യൂ കൊടുത്താൽ പോരെ? 1/. റോയുടെ വാല്യൂ എത്രയാണ്? 87.135, which is equal to 0.01148. ഇനി ഇതിന്റെ യൂണിറ്റ് എന്തായിരുന്നു വരുന്നത്? ഇതിന്റെ നേരെ തിരിച്ചു വരത്തില്ലേ? റോയുടെ യൂണിറ്റ് ഏതാ വന്നത്? ഓം സെന്റിമീറ്റർ. അപ്പൊ കപ്പയുടെ യൂണിറ്റ് ഏത് വരും? ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ലേ? ഓം ഇൻവേഴ്സ് നമ്മൾ കൊടുക്കുന്ന ഏതായിരുന്നു? യെസ്, സെന്റിമീറ്റർ ഇൻവേഴ്സ്. നമ്മൾ ഓം ഇൻവേഴ്സ് എഴുതുന്ന സീമൻ, യെസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കാപ്പയുടെ യൂണിറ്റ് യെസ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. ഇനി നമുക്ക് ഏതാ? ലാംഡ എം, മോളാർ കണ്ടക്ടൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? ലാംഡ എമ്മിന്റെ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ലാംഡ എം ഈക്വൽ ടു കെ ബൈ സി, കപ്പ ബൈ സി. പിന്നെ ഏതായിരുന്നു പറഞ്ഞത്? ലാംഡ എം ഈക്വൽ ടു 1000 കെ ബൈ സി. അങ്ങനെ രണ്ട് ഇക്വേഷൻ പറഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ യൂണിറ്റ് നോക്കിയിട്ട് ഏത് ഇക്വേഷൻ വേണമെന്ന് സെലക്ട് ചെയ്യാം. യൂണിറ്റ് ഏതാ? കാപ്പയുടെ യൂണിറ്റ് ഇവിടെ തന്നേക്കുന്നത് ഏതാ? എസ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. കണ്ടക്ടിവിറ്റി എസ് സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഉള്ളത്. കോൺസെൻട്രേഷനോ മോൾ പെർ ലിറ്ററിലുമാണ്. കണ്ടക്ടിവിറ്റി എസ് സെന്റിമീറ്റർ ഇൻവേഴ്സിലും കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററിലും തരുമ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? ലാംഡ എം ഈക്വൽ ടു ഏതാണ്? രണ്ടാമത് പറഞ്ഞ ഇക്വേഷൻ ഏതാണ്? ലാംഡ എം ഈക്വൽ ടു 1000 കെ ബൈ സി. ലാംഡ എം ഈക്വൽ ടു 1000 കപ്പ ബൈ സി ഈക്വൽ ടു 1000 ഇൻറ്റു കണ്ടക്ടിവിറ്റി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ? 0.01148 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.05. ഇതിന്റെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 229.6. ഇനി യൂണിറ്റ് എങ്ങനെയായിരുന്നു വന്നത്? ഇവിടെ എസ് സെന്റിമീറ്റർ ഇൻവേഴ്സും കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററിൽ തരുമ്പോൾ ലാംഡയുടെ യൂണിറ്റ് എങ്ങനെയായിരുന്നു വന്നത്? എസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്.
ഇതുപോലുള്ള മറ്റൊരു പ്രോബ്ലം ടെക്സ്റ്റിൽ എക്സസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ടെക്സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെത്താൻ ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, അത് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രോണിക് കണ്ടക്ടൻസ്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്, പിന്നെ കുറേ ഇക്വേഷൻസ് അല്ലേ, റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിന്റെ ഇക്വേഷൻസും ഒക്കെയാണ് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.